ശ്രീ CR നീലകണ്ഠൻ. നേതാക്കൾ ആരും ഇന്ന് ഈ വിഷയത്തിൽ കാര്യമായി പ്രതികരിച്ചു കണ്ടില്ല. മാധ്യമങ്ങൾ മൈക്കുമായി ചെല്ലുന്നുണ്ടെങ്കിലും പ്രതികരിക്കാതെ പോകുകയാണ്. ആകെ EP ജയരാജൻ മാത്രമാണ് ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. പക്ഷേ അപ്പോഴും EP പറഞ്ഞ വാക്കുകൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. EPക്ക് പറയാനുള്ളത് സുധാകരൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ പക്വതയെക്കുറിച്ചൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുമെന്ന് പോലും ഞാൻ കരുതുന്നില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ സുധാകരനെ ഇനിയും മത്സരിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന നിലയിൽ ഒരു പരിഹാസ ചിരിച്ചിരിക്കുന്ന MV ഗോവിന്ദന്റെ രാഷ്ട്രീയ പക്വത ഇല്ലായ്മയെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുമില്ല. സാധാരണ നിലയിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ CPIM-നെ വിമർശിച്ചാൽ ഇതാ പാർട്ടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ഒരു പദവിയും ഇല്ലാതാകുമ്പോൾ പാർട്ടിയെ കുറ്റം പറഞ്ഞ് പുറത്തേക്ക് പോകുന്നവർ എന്നൊരു പൊതു പ്രതീതിയുണ്ട്. ആ പട്ടികയിലേക്കാണോ സുധാകരനും പോകുന്നത്? അതില് ഇത് കുറച്ച് വ്യത്യാസപ്പെടുത്തി പറയേണ്ടതുണ്ട്. പരിഹരിക്കാം, പറഞ്ഞു. അപ്പോ അതിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത്, ഈ പാർട്ടി ഒരു കാലത്ത് പാർട്ടി ഒരു വിപ്ലവ പാർട്ടിയായി ആരംഭിച്ചു. അത് കഴിഞ്ഞതൊരു പാർലമെൻ്ററി പാർട്ടിയായി, അതും കഴിഞ്ഞതൊരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായി, ഇപ്പം അതും കഴിഞ്ഞ് തീർത്തും ആശയപരമായ ഒരു വലതുപക്ഷ പാർട്ടിയായി അത് എത്തി നിൽക്കുന്നു. അത് അതിൻ്റെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ അതിലെ ആളുകളെ കൂടെ നിർത്താൻ, മുമ്പ് ഇപ്പോൾ ഒരു സംഘടിത കാഡർ പാർട്ടി എന്ന അർത്ഥത്തിലൊക്കെ ആണെങ്കിൽ ആളുകളെ കൂടെ നിർത്താൻ ഒരു വിഷമവുമില്ല. കാരണം പാർട്ടി ഇത് പറഞ്ഞു, പാർട്ടി നേതാവ് പറഞ്ഞു, അത് അങ്ങനെ തന്നെയാണ് ശരി എന്ന് 100% വിശ്വസിക്കുന്ന അണികളും പാർട്ടി മെമ്പർമാർ മാത്രമല്ല, പണ്ടിട്ട് പാർട്ടി വിശ്വാസികൾ എന്ന് വേണ്ടി നമുക്ക് പറയാം, അങ്ങനെ ഒരു സംഘം ഉണ്ടായിരുന്നു. കാരണം അത് പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇന്ന് അത് പോയതോടുകൂടി പാർട്ടി സംഘടന എന്ന അർത്ഥത്തിലാണ് ആളുകളെ കൂടെ നിർത്തുന്നത്. ഈ പാർട്ടിയിൽ സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടായ എല്ലാ കാലത്തും അത് പരിഹരിക്കാൻ മുൻപോട്ട് വന്നിട്ടുള്ളത് അന്നത്തെ കാലത്തെ സംഘടന പാർട്ടി സെക്രട്ടേറിയറ്റാണ്. ഇപ്പം എനിക്ക് നല്ല ഓർമ്മയുണ്ട്, സഖാവ് N. ശ്രീധരൻ, പ്രിജിക്ക് നന്നായിട്ടറിയാം. അത് ഞാൻ നല്ല ഇടപെട്ട വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്തൊക്കെ ഏത് സംഘടനാ പ്രശ്നം വന്നാലും NSൻ്റെ അടുത്ത് പോയാൽ അത് പ്രശ്നം പരിഹരിക്കും. ഏറ്റവും ഒടുവിൽ കോടിയേരി ബാലകൃഷ്ണൻ സഖാവിൻ്റെ പ്രത്യേകത ഈ പറഞ്ഞതുപോലെ, ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണനാണ് സെക്രട്ടറി എങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം നേരെ ചെന്ന് ഇത് ആദ്യത്തെ പരാതി കിട്ടുമ്പോൾ തന്നെ സുധാകര സഖാവിനെ വീട്ടിൽ പോയി കണ്ട് എന്താ സഖാവേ പ്രശ്നം എന്ന് ചോദിക്കുമായിരുന്നു. നേരത്തെ പറഞ്ഞ വസീഫ് ഉമാർ വായ അനക്കില്ലായിരുന്നു. ഇപ്പം നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോറ്റിട്ട് വലിയ തോതിൽ ഇടത് സൈബറുകളുടെ വല്ലാത്ത പ്രശ്നം വന്നപ്പോൾ അതിനെതിരെ വിമർശിച്ചതും കോടിയേരി ബാലകൃഷ്ണൻ തന്നെയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ കാര്യം. അപ്പോൾ പ്രജിക്കും എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇപ്പം സംഘടനയ്ക്ക് ഒരു സെക്രട്ടറി ഇല്ല. സെക്രട്ടറി ഇപ്പോൾ പേരിലുണ്ട്, സഖാവ് MV ഗോവിന്ദൻ. അദ്ദേഹം ഞാനിപ്പോഴും വിചാരിക്കുന്നത് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഒരു സംഘടനയെ കൊണ്ടുപോകാനുള്ള യാതൊരു ശേഷിയുമില്ലാത്ത ഒരാളാണ്. ഒരു ശേഷിയുമില്ല. പിന്നെ അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് ബേബി, ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടില്ല. അഖിലേന്ത്യാ സെക്രട്ടറിക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു റോളും ഇല്ല. അഖിലേന്ത്യാ കമ്മിറ്റി കൂടിയാലും കാര്യമില്ല. കേരളം മാത്രമാണ് അഖിലേന്ത്യ. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, സംഘടന എന്ന സാധനം പോവുകയും ഒരു വ്യക്തിയിലേക്ക്, ഒരു ചെറിയ വട്ടത്തിലേക്ക് പാർട്ടി മുഴുവൻ വരികയും ചെയ്യുന്നു. അതിപ്പോൾ ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുഴുവൻ നശിച്ച ഒരു ചരിത്രം അങ്ങനെ തന്നെയാണ്. ഒരു വ്യക്തിയിലേക്ക് കുറച്ച് ആളുകളിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടി നശിച്ചു കഴിഞ്ഞാൽ പാർട്ടിയുടെ എന്താ പറയുക, പിന്നെ വരുന്ന ആളുകൾ ഈ പാർട്ടിയെ നന്നാക്കാൻ രണ്ടാമത് പാർട്ടി കെട്ടിപ്പടുക്കണം എന്നൊക്കെ വിചാരിച്ച് വരുന്ന ആളുണ്ട്. അവരുടെ ഏറ്റവും പ്രധാന വിമർശനം ഈ നേതാവിനെതിരെയായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോടും പറഞ്ഞു, പിണറായി വിജയനും ഇപ്പോഴത്തെ പാർട്ടി നേതൃത്വത്തിനെതിരെ ഞങ്ങൾ പറയുന്ന വിമർശനങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുക. ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പറയേണ്ടി വരും, ഈ പാർട്ടിയെ നശിപ്പിച്ചത് ഇവരാണ് എന്ന്. അന്ന് ഞങ്ങൾ ഉയർത്തിയ വിമർശനമാണ് നിങ്ങൾക്ക് വരിക. ഇപ്പം ഇത് മാത്രമല്ല, ഇപ്പോൾ VS-ൻ്റെ സെക്രട്ടറി ആയിരുന്ന A. സുരേഷ് എത്ര കാലം VS-ൻ്റെ നിഴലായി നടന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മറ്റും നമ്മൾ കണ്ടല്ലോ. കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പോലും പാർട്ടിക്കൊപ്പം നിന്ന്, ഞാൻ അദ്ദേഹത്തിന് എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ അടുത്തറിയാം, ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ ആ സുരേഷ്, അത് എത്ര നിരാശയോടുകൂടിയാണ്, എത്ര സഹതാപത്തോടു കൂടി. 11 കൊല്ലമായി സഖാവേ ഞാൻ ഇനി പറയാത്ത ആളുകളില്ല. ഞാൻ പറഞ്ഞേ, സുരേഷ് വലിയ ആളാണോ ചെറിയ ആളാണോ എന്നൊക്കെ അവിടെ നിൽക്കട്ടെ, എന്തുകൊണ്ട് അത് അദ്ദേഹത്തിനെ പോലെ ഒരാളെ പറ്റിയില്ല? ഇത് നിരവധി ആളുകൾ, ഒരാളുടെ ആളല്ല ഞാൻ പറഞ്ഞു, നിരവധി ആളുകൾ. പ്രജി പറഞ്ഞ് വളരെ ശരിയാണ്. എങ്ങനെയാണ് ഒരു സംഘടന കൊണ്ടുപോകേണ്ടത് എന്നറിയില്ല. ഇപ്പം രാഷ്ട്രീയം പോട്ടെ, സംഘടനയെങ്കിലും കൊണ്ടുപോകണ്ടേ? പഴയ കാലമല്ല, എന്ത് പറഞ്ഞാലും പാർട്ടി അണികൾ വോട്ട് ചെയ്യൊന്നുമില്ല. പാർട്ടി അണികൾ എന്ത് പറഞ്ഞാലും കൂടെ നിൽക്കില്ല. ഇപ്പോൾ
മറ്റേ ശൈലജ ടീച്ചറുടെ വിഷയം വന്നു, മധുസൂദൻ്റെ വിഷയം വന്നു, കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയം വന്നു. കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ടല്ലേ പാർട്ടിയിലെ കണക്കുകളുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ പാർട്ടി നേതൃത്വം കൊടുത്ത മറുപടി പരിഹാസ്യമായ മറുപടിയല്ലേ കെ രാഗേഷിനെ പോലുള്ളവർ കൊടുത്തത്. പൊതുജനം ബഹുജനം എന്നൊക്കെ പറഞ്ഞ ആളുകളെയും കൺഫ്യൂസ് ചെയ്തു. ഈ രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശിന് ജനങ്ങളോട് പറയണ്ടേ, പിന്നെന്ത് പൊതുജനം എന്ത് ബഹുജനം. പിന്നെ ഈ ഗോവിന്ദ മാഷക്ക് ഒരു ഗുണം എന്ന് വെച്ചാൽ ഗോവിന്ദ മാഷ് പറഞ്ഞാൽ തമാശ ആയിട്ടാണ് ആളുകൾ എടുക്കുകയുള്ളൂ ഒന്നുകിൽ, അല്ലെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. രണ്ടുമുണ്ട്. അവിടെയാണ് പാർട്ടി സംഘടന എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നറിയുന്ന പാർട്ടി സംഘടനാ സെക്രട്ടറി ഇല്ല. സംഘടനാ സെക്രട്ടറി ഉണ്ടാവണമെങ്കിൽ സംഘടന ഉണ്ടാവണം. സംഘടന ഉണ്ടാവണമെങ്കിൽ വ്യക്തി കേന്ദ്രീകൃതമല്ലാത്ത പാർട്ടി വേണം. വ്യക്തി കേന്ദ്രീകൃതമായി പാർട്ടി വന്നാൽ അവിടെ സംഘടന ഉണ്ടാവില്ല, ഇത്തരം അസുരസങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ജി സുധാകരനെ കുറിച്ച് അദ്ദേഹം ഇപ്പോൾ നേരത്തെ പ്രിജിയും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ജി സുധാകരൻ കഴിഞ്ഞ ഘട്ടത്തിൽ SFIയിൽ വരുന്ന ഒരാളാണ്. അദ്ദേഹം ഞങ്ങൾക്കൊക്കെ ഗുരുനാഥൻ പോലെയായിരുന്നു SFIയിൽ. ഒരഴിമതി ഇല്ലാത്ത ആളാണ്. ഇപ്പം ശൈലജ ടീച്ചർ കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ശൈലജ ടീച്ചർ, ആ വാർത്ത വന്നല്ലോ. ശൈലജ ടീച്ചർ പേരാവൂര്, എനിക്ക് സാമാന്യ ബുദ്ധിക്ക് നമുക്കറിയാം പേരാവൂര് ജയിക്കാൻ ഒരു സാധ്യതയില്ല. എന്നാൽ മട്ടന്നൂരോ തളിപ്പറമ്പോ കൊടുത്തൂടെ. ഇപ്പം ഈ ഗോവിന്ദ മാഷ എനിക്ക് ഏറ്റവും തമാശ തോന്നിയത് വന്ന വാർത്ത ഇതാണ്, കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പറയുന്നു തളിപ്പറമ്പിൽ ഒരു സ്ത്രീ വേണമെന്ന്. തളിപ്പറമ്പിൽ ഒരു സ്ത്രീ വേണമെന്ന് പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് ഏത് സ്ത്രീ എന്ന് ചോദിക്കുമ്പോഴാണ് അപ്പോൾ സുകന്യാണോ ശൈലജ ടീച്ചറാണോ? അല്ലല്ല, അത് എൻ്റെ ഭാര്യ തന്നെയാണ് എന്ന രൂപത്തിൽ ആ സാധനം വരികയാണ്. ഇത്രയും അപഹാസ്യമാവുകയല്ലേ ഇതൊക്കെ. ഇത് ചെയ്യാമോ പാർട്ടി? അതാ ഞാൻ പറഞ്ഞത്, പാർട്ടിക്ക് ഒരു സംഘടനയില്ല. അല്ല, പക്ഷേ ജി സുധാകരന്റെ കാര്യത്തിൽ CR അല്പം കൂടി വ്യത്യസ്തമായ ഒരു സാഹചര്യം കൂടി ഇല്ലേ? ഇപ്പോൾ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാർട്ടിയുടെ അച്ചടക്ക നടപടി മുൻപ് നേരിടേണ്ടി വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ, അത് നമുക്കറിയാവുന്നതല്ലേ. മാത്രമല്ല ഇപ്പോൾ സലാമിന്റെ തെരഞ്ഞെടുപ്പ് കാര്യത്തിലടക്കം പാർട്ടിക്ക് ഗുണമല്ലാത്ത നിലയിലുള്ള ഇടപെടൽ ഉണ്ടായി എന്ന് പാർട്ടി തന്നെ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കമ്മിറ്റി കണ്ടെത്തിയതാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇതിൽ കൂടുതൽ എന്ത് പരിഗണന നൽകണം എന്നൊരു സ്റ്റാൻഡ് പാർട്ടിക്കും ഉണ്ടായിക്കൂടെ? അല്ല, അങ്ങനെയാണെങ്കിൽ പാർട്ടി അത് പറയണം. പാർട്ടി ഇദ്ദേഹത്തിന് പ്രാഥമിക മെമ്പർഷിപ്പിൽ തന്നെ പുറത്താക്കണം. ഇദ്ദേഹം ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ബ്രാഞ്ചിലെ മെമ്പറാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നടപടി നേരിടാത്ത ആളുകൾ ആരാ ഉള്ളത്? പിണറായി വിജയനും VS അച്യുതാനന്ദനും സഖാവ് EMS അടക്കം ആ നടപടി നേരിട്ടുള്ളവരല്ലേ. പല ഘട്ടത്തിൽ നടപടി നേരിട്ടവരെയൊക്കെ പുറത്താക്കുമോ? അതാ നേരത്തെ സുരേഷ് ചോദിച്ചേ. 11 വർഷമായി ഞാൻ ഈ അതുപോലെ സുധാകരൻ വരെ, സുരേഷ് മുതൽ സുധാകരൻ വരെ അവർ ചോദിച്ചത് എത്ര കാലമായി ഇവരോട് പറയുന്നു, എത്ര കാലമായി ഇവരോട് ആവശ്യപ്പെടുന്നു, ഇതിൽ മറുപടി കൊടുക്കൂ. പോളിറ്റ് ബ്യൂറോയ്ക്ക് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിക്ക്, സംസ്ഥാന സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, ഇവർക്കൊക്കെ ഒരു കത്ത് കൊടുത്താൽ ഒരു മറുപടി കൊടുക്കണ്ടേ? ഇതാണ് പ്രശ്നം. എന്നൊരു മറുപടി കൊടുക്കണ്ടേ? സുധാകര സഖാവ് പറഞ്ഞല്ലോ, ഞാൻ ബ്രാഞ്ചിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ എൻ്റെ കാലൊടിഞ്ഞുകൊണ്ട് മാത്രമേ പങ്കെടുക്കാതിരുന്നുള്ളൂ. പക്ഷേ ആ ബ്രാഞ്ചിൽ എന്ത് നടക്കുന്നു, ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ബ്രാഞ്ചിൽ എന്തു നടക്കുന്നു എന്ന് ജില്ലാ സെക്രട്ടറി ഒരു പ്രാവശ്യം പോലും അന്വേഷിച്ചിട്ടില്ല. അപ്പം ഇത് അങ്ങനെ നടപടി എടുത്താൽ ആളെ പുറത്താക്കിയോളൂ. ഇപ്പം പാർട്ടിന്ന് അത് പറയട്ടെ, ഞങ്ങളുടെ പാർട്ടിക്ക് കൊള്ളാത്ത ആളാണ് സഖാവ് സുധാകരൻ, ഇദ്ദേഹത്തിനെ ഞങ്ങൾ പുറത്താക്കുകയാണ്, അത് പറയുകയാണെങ്കിൽ അത് മര്യാദയാണ്. ഇപ്പം MP രാഘവനെ പുറത്താക്കിയിട്ടുണ്ട്, മറ്റേ ഗൗരിയമ്മയെ പുറത്താക്കിയിട്ടുണ്ട്, ചാത്തുണ്ണി മാസ്റ്ററെ പുറത്താക്കിയിട്ടുണ്ട്, പാർട്ടി ഒക്കെ ഉണ്ട്. അതുപോലെ പറയട്ടെ, സുധാകരനെ ഞങ്ങൾ പുറത്താക്കുകയാണ്. പക്ഷെ സുധാകരൻ എന്തുകൊണ്ട് മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്നത്, ഞാനും മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടിയിൽ നിന്ന് പോകുന്ന ഒരാളാണ്, രാജിവെക്കുമെന്നല്ല, മെമ്പർഷിപ്പ് പുതുക്കിയില്ല. മെമ്പർഷിപ്പ് എന്തുകൊണ്ട് പുതുക്കിയില്ല എന്നൊരു ചോദ്യം സുധാകരനെ പോലൊരു സഖാവിനോട് ചോദിച്ചില്ല. എന്താ ചോദിക്കാഞ്ഞത്? ഇവരൊക്കെ പറയണ്ടല്ലോ സുധാകരൻ ഗംഭീരനാണ്, മഹാനാണെന്ന്. അതിന് കാരണമുണ്ട്. അഴിമതിയുടെ ഒരു കറപുരളാത്ത ഒരാളാണ് സുധാകരനെന്ന് അദ്ദേഹത്തിൻ്റെ ആജന്മ ശത്രുക്കൾ പോലും സമ്മതിക്കുമല്ലോ. ആജന്മ ശത്രുക്കൾ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരോ എന്തോ ആവട്ടെ, ഏത് പാർട്ടിക്കാരാവട്ടെ, ഇന്ന് വരെ സുധാകരനെ പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഇന്നത് പോരാ. ഇന്ന് സുധാകരൻ്റെ ഗ്രേഡ് പോരാ ഈ പാർട്ടിക്ക്. ഈ പാർട്ടിക്ക് വേണ്ട വേറെ ചില ആളുകൾ, പേരൊന്നും ഞാൻ പറയുന്നില്ല, അത്തരത്തിലുള്ള ആളുകളാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ സുധാകരൻ ഈ പാർട്ടിക്ക് അനുയോജ്യനല്ല. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട തർക്കം വന്നപ്പോൾ പാലൊളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന, ഇവർക്കൊക്കെ ഓർമ്മയുണ്ടോന്നറിയില്ല, പുതിയ സഖാക്കൾക്ക് ചിലപ്പോൾ അറിയില്ല, ഒരു സഖാവ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഞങ്ങളും അവരുടെ കൂടെ ഇഷ്ടം പോലെ കൂടിയിട്ടുണ്ട്, നമുക്ക് പിന്തുണ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ പാലോളി മുഹമ്മദ് കുട്ടിയെ പറ്റി ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയാണോ? ജനാധിപത്യമാണ് ഇപ്പോൾ ഉള്ളത്. ജനാധിപത്യത്തിൽ ചർച്ച ചെയ്യുക, പരസ്പരം കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ട്, അത് ചെയ്യുക. അത്രയ്ക്കും ജനാധിപത്യമെങ്കിലും ഈ പാർട്ടിയിൽ വേണ്ടേ? ജനാധിപത്യ വ്യവസ്ഥയിൽ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ അതില്ലാത്തതിൻ്റെ പ്രശ്നമാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.